നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസങ്ങളിലും രാവിലെകളിലുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 21, 2025 വ്യാഴം. അങ്ങനെ നമ്മൾ ഈ മാസത്തെ നിഫ്റ്റിയുടെ മൂന്നാമത്തെ ആഴ്ചയുടെ വീക്കിലി എക്സ്പയറിയിലേക്ക് പ്രവേശിക്കുകയാണ്. IT സ്റ്റോക്സിലുണ്ടായ ഹ്യൂജ് ബൈയിങ്ങും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും തുടർച്ചയായി വരുന്ന ബൈയിങ്ങിന്റെ ഫലമായിട്ട് ആദ്യമായിട്ട് ഈ മാസത്തില് നിഫ്റ്റിക്ക് 25,000 എന്ന ലെവലിന് മുകളിലായിട്ടും മാത്രമല്ല തുടർച്ചയായി അഞ്ചാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും നിഫ്റ്റിക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. അതുകൂടാതെ കുറേ നാളുകൾക്ക് ശേഷമാണ് തുടർച്ചയായി ഒരാഴ്ചയില് നേട്ടത്തോടുകൂടി നിഫ്റ്റിക്ക് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 1,100 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ആണ് ക്യാഷ് മാർക്കറ്റിൽ നടത്തുകയുണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1,806.34 കോടി രൂപയ്ക്ക് ബൈ നടത്തുകയുമുണ്ടായി. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ രാവിലെ 10:30 ഓഗസ്റ്റ് മാസത്തെ സർവീസ് PMIയുടെയും മാനുഫാക്ചറിംഗ് PMIയുടെയൊക്കെ ഫ്ലാഷ് ഡാറ്റകൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇന്നലെ US-ൽ നിന്നും വന്ന FOMC മിനിറ്റ്സിന്റെ ഔട്ട്കമും UK-യുടെ ഇൻഫ്ലേഷന്റെ ഔട്ട്കം ഒക്കെ നമുക്ക് വിശദമായി തന്നെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് 25,000 എന്ന ലെവലിൽ നിന്നുകൊണ്ട് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 25,170, 25,250 എന്നീ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അപ്പർ സൈഡിലേക്ക് പ്രധാനപ്പെട്ട സോണുകൾ തന്നെയാണ്. ഇനി അഥവാ നിഫ്റ്റി 25,000 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ തിങ്കളാഴ്ചത്തെ ലോയായ 24,850 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലാണ്. അതേസമയം 24,800 എന്ന ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടേക്കാമെന്നും പറയപ്പെടുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിച്ചത്. മാത്രമല്ല മാർക്കറ്റാണ്, മാർക്കറ്റിൽ കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിൽ വെക്കുക. ഇന്ന് നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കണ്ടു തന്നെ അറിയണം. 25,000 എന്ന ലെവൽ നിഫ്റ്റി ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഇന്ന് എക്സ്പയറി നടത്തുമോ അല്ലെങ്കിൽ 25,000 എന്ന ലെവലിന് താഴേക്ക് പോകുമോ എന്നുള്ളതൊക്കെ. ഇന്നലെ UK-യിൽ നിന്നും ഇൻഫ്ലേഷൻ ഡാറ്റകൾ റിലീസ് ചെയ്യുകയുണ്ടായി. ജൂലൈ മാസത്തെ സ്ട്രീറ്റ് എസ്റ്റിമേഷനെയൊക്കെ മറികടന്നുകൊണ്ട് മോശമായ ഇൻഫ്ലേഷൻ ഡാറ്റകൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായത്. ജൂൺ മാസത്തിൽ 4.6 എന്ന ലെവലിലായിരുന്നു ഇൻഫ്ലേഷൻ എങ്കിൽ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തിരുന്നത് 4.7 ആയിരുന്നു. എന്നാൽ അതേ സമയം മാർക്കറ്റ് എക്സ്പെക്ടേഷനെയൊക്കെ മറികടന്നുകൊണ്ട് അതേ സമയം ഇൻഫ്ലേഷൻ വർദ്ധിച്ചുകൊണ്ട് 4.8 എന്ന ലെവലിലേക്ക് ഇൻഫ്ലേഷൻ ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്നലെ രാത്രി നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം FOMC മിനിറ്റ്സിന്റെ റിലീസിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലായിരുന്നു. ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനാലും US-ലെ അൺഎംപ്ലോയ്മെന്റ് 4.1% ഉയർന്നതിനാലും ഇക്കണോമിക് ഗ്രോത്തിലുള്ള കൺസേൺസ് മൂലവും ടാരിഫ് നയങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ മൂലവും ഇൻട്രസ്റ്റ് റേറ്റുകൾ 4.25%ന്റെയും 4.5% ഇടയിലായിട്ട് സ്റ്റഡി ആയിട്ട് തുടരണമെന്നാണ് മജോറിറ്റി ഫെഡ് മെമ്പേഴ്സും അഭിപ്രായപ്പെട്ടത്. ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റ് ആയിട്ടുള്ളത് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ജർമ്മനിയിൽ നിന്നും മാനുഫാക്ചറിംഗ് PMI ഫ്ലാഷ് വരുന്നുണ്ട് ഓഗസ്റ്റിലെ. 2 മണിയോടുകൂടി UK-യിൽ നിന്നും ഗ്ലോബൽ സർവീസ് PMIയും ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMIയും ഫ്ലാഷും ഓഗസ്റ്റിലെ റിലീസ് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 7:30 US-ൽ നിന്നും ജൂലൈ മാസത്തെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡേറ്റയും റിലീസ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്കും ഡോക്ടർ റെഡ്ഡീസ് ADRകളും ഒഴികെ ബാക്കി എല്ലാ ADR സ്റ്റോക്സും നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. കൂട്ടത്തിൽ ഇൻഫോസിസ് ADRന് 2.5%-അടുത്തും വിപ്രോയ്ക്ക് 1.5%-അടുത്തും നേട്ടം കൈവരിക്കുവാനായിട്ട് സാധിക്കുകയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിലുണ്ടായ ഫോളിനെ തുടർന്ന് നാസ്ഡാക്ക് അതിന്റെ 2 വീക്ക് ലോ ടച്ച് ചെയ്യുകയുണ്ടായി. തൽഫലമായി ഇന്നലെ നാസ്ഡാക്കിനും S&P 500 ഒക്കെ നഷ്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 53 പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് മാത്രം നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ നിലവിൽ ജപ്പാൻ മാർക്കറ്റ് നഷ്ടത്തോടു കൂടിയിട്ടും കൊറിയൻ മാർക്കറ്റ് നേട്ടത്തോടു കൂടിയും വ്യാപാരം ആരംഭിച്ചിട്ടുണ്ട്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലൊക്കെ നേരിയ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. തത്സമയം ഗോൾഡിൽ നേരിയ
ഇടിവാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 1.35 എന്ന നിലയിൽ ബുള്ളിഷ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 25,000 എന്ന നിലയിലും. ഇന്നലത്തെ റാലിയോടുകൂടി ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ തന്നെയാണ് ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലേക്ക് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുവാൻ സാധിക്കുന്നത്. അതേസമയം പുട്ട് സൈഡിലേക്ക് 25,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റും മാത്രമല്ല ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും ഇതേ സ്ട്രൈക്കിൽ തന്നെയാണ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.71 എന്ന നിലയിൽ തന്നെ നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 56,000 എന്ന നിലയിലും. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഓപ്പൺ ഇൻട്രസ്റ്റുകൾ തുടരുന്നത്. അതേസമയം 55,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. 54,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് കാണുവാനായിട്ട് നിലവിൽ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ടൈംകൻ ഇന്ത്യ 36 രൂപ ഡിവിഡൻഡ് പെർ ഷെയർ കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. DMR ഹൈഡ്രോ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ 8:5 എന്ന റേഷ്യോയില് കമ്പനി ബോണസ് ഷെയറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 28, 2025 റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. സെർവോടെക് റിന്യൂവബിൾ പവർ 7.3 മെഗാവാട്ടിന്റെ ഗ്രിഡ് റൂഫ് സോളാർ പ്രൊജക്ട് കമ്പനിക്ക് വെസ്റ്റേൺ റെയിൽവേയുടെ ഭാഗത്ത് നിന്നും ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. ഇന്ത്യൻ ഓയിൽ എയർ ഇന്ത്യയുമായി സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവലിന്റെ സപ്ലൈയുമായി ബന്ധപ്പെട്ട മെമ്മോറം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് കമ്പനി സൈൻ ചെയ്തു എന്നുള്ള വാർത്തകൾ. ഇന്ത്യ സിമന്റ് ഓഫർ ഫോർ സെയിലിലൂടെ 6.5% വരുന്ന സ്റ്റേക്കുകൾ 368 രൂപ പെർ ഷെയർ എന്ന നിലയിൽ അൾട്രാടെക് സിമന്റ് കമ്പനിയിൽ നിന്നും വിൽക്കുന്നു എന്നുള്ള വാർത്തകൾ. ശാന്തി ഗോൾഡ് ഇന്റർനാഷണൽ Q1 പ്രോഫിറ്റിൽ 174% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 9 കോടി രൂപയിൽ നിന്നും 24.6 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതേസമയം റവന്യൂവിലും 22.1% ഉയർച്ച രേഖപ്പെടുത്തി. ജുപിറ്റർ വാഗൻസ് കമ്പനിയുടെ സബ്സിഡിയറിക്ക് വന്ദേ ഭാരതിനുള്ള 5,376 വീൽ സെറ്റ്സിന്റെ സപ്ലൈയുമായി ബന്ധപ്പെട്ട് 215 കോടി രൂപയുടെ പുതിയ ഓർഡർ ലഭിച്ചു എന്നുള്ള വാർത്തകൾ. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.